ഹലോ ഗായ്സ്, അപ്പൊ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എന്താന്ന് അറിയത്തില്ല, ഇന്നലെ രാത്രിയിൽ തൊട്ട് ഒരു 8:30-9 മണി ആയപ്പോ തൊട്ട് ഇങ്ങനെ മുഖം മാത്രമല്ല ദേഹം മുഴുവൻ ഇങ്ങനെ ചൊറിയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചു, അമ്മയും ഞങ്ങളെല്ലാം വിചാരിച്ചു പുഴു എന്തെങ്കിലും കടിച്ചതായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുഴു ആട്ടലുണ്ട്. അമ്മേനെയൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ആട്ടും. വിറക് വറക്കാനൊക്കെ പോകുമ്പോഴും വിറക് എടുക്കാൻ പോകുമ്പോൾ തുണി എടുക്കാനൊക്കെ പോകുമ്പോൾ അമ്മേനെ സാധാരണ ഇങ്ങനെ പുഴു ഇങ്ങനെ ആട്ടാറുണ്ട്. അന്നേരം കുറച്ചു നേരം അങ്ങ് ചൊറിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് പോവായിരുന്നു. എണ്ണയോ മഞ്ഞപ്പൊടിയോ ഒക്കെ തേക്കുമ്പോൾ അതങ്ങ് മാറുന്നതായിരുന്നേ. പക്ഷെ ആദ്യമായിട്ട് ഇതുവരെ എന്നെ പുഴുവൊന്നും ഇങ്ങനെ കടിച്ചിട്ടൊന്നും ഇല്ല. പക്ഷെ ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെ വരുന്നത്. ഇന്നലെ എനിക്ക് 8:30-9 മണിയൊക്കെ ആയപ്പോ ഇങ്ങനെ ചൊറിയാൻ തുടങ്ങിയത്. ഇപ്പൊ മാറുമെന്ന് വിചാരിച്ചിട്ട് അപ്പൊ ആദ്യം ചെവിയെ ചൊറിയാൻ തുടങ്ങിയത്. അങ്ങനെ ഞാൻ വെച്ചിട്ട് കമ്മലിട്ടിട്ട് ഒത്തിരി നാളായി. ആ കമ്മലിട്ടിട്ട് കുറെ നാൾ ഇനി അതിന്റെ വല്ലതും ആണോ എന്ന് വിചാരിച്ച് ഞാൻ ആദ്യം കമ്മൽ ഊരി വെച്ചു. അപ്പത്തിന് പിന്നെ കാതങ്ങോട്ട് കയറിയത് ഇങ്ങനെ അങ്ങ് തടിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോഴത്തേനും കഴുത്തൊക്കെ ചൊറിയാൻ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു മാലയുടെയാന്ന് വിചാരിച്ചു മാലയെ ഊരി. അത് കഴിഞ്ഞപ്പോഴത്തേനും പയ്യെ മേല് മുഴുവൻ അങ്ങോട്ട് ചൊറിയാൻ തുടങ്ങി. രാത്രിയിൽ ഒരു 1 മണി 2 മണിയൊക്കെ ആയപ്പോഴത്തേനും കോല ചൊറിച്ചിലെന്ന് വെച്ചാൽ സഹിക്കാൻ പറ്റുന്നില്ല. എപ്പോഴും അത് തന്നെ. പക്ഷെ ഈ മുഖമൊക്കെ ഇങ്ങനെ ആയത് ഞാൻ കണ്ടില്ല. ആ ഉറക്കത്തിനിടയ്ക്കൊക്കെ ചൊറിഞ്ഞത് കൊണ്ട് ഒന്നും അറിയാൻ പറ്റിയില്ല. രാവിലെ ആയപ്പോഴത്തേനും മുഖവും തടിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ തലയും ഇവിടെയൊക്കെ ആയിട്ട് ഭയങ്കര ചൊറിച്ചില്. എന്തുവാന്ന് സത്യമൊന്നും അറിയത്തില്ല, എനിക്ക് പേടിയാ. അപ്പൊ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ താമസിക്കുന്ന ചേച്ചിയാണെങ്കിൽ നേഴ്സാ. അപ്പം ഇച്ചാന്റെ ആട്ടില് ഞാൻ ആശാ വർക്കറെ ഒന്നും വിളിച്ചിട്ട് അവര് ഫോൺ എടുത്തില്ലായിരുന്നു രാവിലെ. അപ്പൊ ആ ചേച്ചി നേഴ്സായതുകൊണ്ട് ഇച്ചാൻ രാവിലെ പോയി ചേച്ചിയോട് ചോദിച്ചു. അപ്പൊ ചേച്ചി എന്നെ വന്ന് കണ്ടു. ചേച്ചി പറഞ്ഞു അത് വെച്ചോണ്ടിരിക്കണ്ട, ഇനി എന്തെങ്കിലും അലർജി ആണോ ഇല്ലോ എന്ന് അറിയത്തില്ലല്ലോ. അലർജിയൊക്കെ വന്നാൽ നേരെ ലങ്സിലാണ് അത് എഫക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് വെച്ചോണ്ടിരിക്കണ്ട, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പൊക്കോളാൻ പറഞ്ഞു. പിന്നെ അതെനിക്ക് സിസ്റ്ററിനെ വിളിച്ചപ്പോഴും പറഞ്ഞു ഡോക്ടറിനെ ഒന്ന് കാണാൻ, ഇവിടെ PHSയിൽ കാണിച്ചാൽ മതി. പിന്നെ അവര് സ്കിന്നിന്റെ ഡോക്ടറിനെ വല്ലതും കാണിക്കാൻ പറഞ്ഞാല് കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞാനപ്പോ ഇങ്ങനെ ഇരിക്കുവാണ്. ഇച്ചാന് OP എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പൊ ഏതായാലും ഡോക്ടറിനെ കണ്ടിട്ട് വന്നിട്ട് പറയാം കേട്ടോ ഇതെന്തോ സംഭവം. ഇതെന്തോ ഭയങ്കരമായിട്ട് ഇത് ഭയങ്കരമായിട്ട് കണ്ണ് എനിക്ക് ഭയങ്കരമായിട്ട് തലവേദന എടുക്കുന്നുണ്ട്. എന്തുവാന്ന് കറക്റ്റ് അറിയത്തുമില്ല. ആ ഒരു ടെൻഷൻ. പിന്നെ തലയൊക്കെയാണ് ഭയങ്കര ചോർച്ചില്. വെച്ചാൽ OP എടുത്തിട്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഭയങ്കര വെട്ടം പോയി. എടുത്തോ OP എടുത്തോ? എപ്പോഴാ ഡോക്ടർ വരുന്നത്? അപ്പൊ ഡോക്ടർ വന്നിട്ട് ഞാൻ ഡോക്ടറിനെ ഒന്ന് കാണട്ടെ, എന്നിട്ട് അറിയാം എന്താ ഏതാന്നൊക്കെ. ഹലോ ഗൈസ്, ഞാൻ വീഡിയോ ഓണായിരുന്നു. അപ്പൊ നിങ്ങൾ കണ്ടായിരുന്നല്ലോ, എനിക്ക് 2 ഇഞ്ചക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ. അപ്പൊ ഒന്ന് കയ്യിലും എടുത്തു, ഒന്ന് ഇവിടെ ബട്ടക്സിലും എടുത്തു. നല്ല വേദന ഉണ്ടായിരുന്നു കേട്ടോ. എന്താ നടത്തില്ല, നല്ല വേദന ഉണ്ടായിരുന്നു. അപ്പൊ അയാൾ പറഞ്ഞായിരുന്നു വേദന എടുക്കും. പക്ഷെ ഇത് കുഞ്ഞു പിള്ളേർക്കും അലർജിക്ക് വരുമ്പോ എടുക്കുന്നത്. എന്ത് അലർജിയാന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അതാണ്. പിന്നെ ഞാൻ ആക്രാന്ത് കൂടെ ഒന്നും തിന്നിട്ടില്ല. ഇനി തിന്നുന്നതിന്റെ എന്താന്ന് എനിക്കറിയത്തില്ല. ചോക്ലേറ്റ് മാത്രമേ ഞാൻ പുറത്തുനിന്ന് കഴിച്ചുള്ളൂ. അപ്പൊ ഇനി അതിന്റെ ആണോന്ന് അറിയത്തില്ല. ബാക്കിയെല്ലാം മീൻകറിയും ചോറും പൊറോട്ട അങ്ങനെയൊക്കെ കഴിച്ചത്. അപ്പൊ എനിക്ക് ഇതുവരെ എന്റെ ജീവിതത്തിൽ ഇതുവരെ എനിക്ക് ഒരലർജിയും വന്നിട്ടില്ല. മീനെന്ന് പറഞ്ഞ ഒരു 2 ദിവസം മുമ്പ്, 1 ദിവസം മുമ്പ് വാങ്ങിയ മീൻ. അപ്പൊ അന്നേരം കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലൊന്നും സീൻ കണ്ടിട്ടില്ല. പിന്നെ ഇന്നലെ എന്തായാലും 1 ദിവസം പണി പോയി കിട്ടി. ഇച്ചാനൊന്നും എനിക്ക് പോയില്ല. രാത്രിയെല്ലാം ഞാൻ ചൊറിച്ചിലായിരുന്നു. അത് കാരണം ഇച്ചാൻ പയ്യനോട് രാത്രി തന്നെ പറഞ്ഞടി ഇപ്പൊ പോണോ, ചിലപ്പോ പോയൊക്കെ ആശുപത്രിയിൽ ഡോക്ടർ കാണുമെന്നൊക്കെ പറഞ്ഞു. എനിക്ക് ഈ മുഖത്തും തലയ്ക്കായിരുന്നു ഭയങ്കര ചൊറിച്ചിൽ. അപ്പൊ എനിക്ക് ചെറുതായിട്ട് താരനുണ്ട്. ചെറുതായിട്ടല്ല, നല്ല രീതിയിൽ താരനുണ്ട്. അപ്പൊ ഞാൻ ഇനി ആദ്യം വിചാരിക്കും താരന്റെ വല്ലതും ആണോ, താരൻ ഇങ്ങനെ മുഖത്തോട്ട് ഇറങ്ങിയാലും മുഖം ചൊറിയുമെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി അതാണെന്ന് വിചാരിച്ചു ഇരുന്നു. കുറച്ച് കഴിയുമ്പോൾ മാറുമെന്ന് വിചാരിച്ചു. രാവിലെ ആയപ്പോ ഭയങ്കര ഷോക്കായി പോയി. ഏതായാലും 2 ഇഞ്ചക്ഷൻ എടുത്തതുകൊണ്ട് ചെറുതായിട്ട് മാറി. എന്നാലും
കണ്ണിന്റെ തടിപ്പ് വീക്കം കുറയാനുണ്ട്. കുറയാൻ ഇച്ചിരിയുണ്ട്. പിന്നെ ഈ കാലിന്റെ ചെവിയുടെ ഇതും തടിപ്പും അങ്ങോട്ട് മാറിയിട്ടില്ല, അതുകൊണ്ട് കമ്മലൊന്നും ഇടാൻ പറ്റില്ല. പിന്നെ ഇവിടെയും ചെറുതായിട്ട് ചൊറിച്ചിൽ അത്രയും അങ്ങോട്ട് മാറിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ മാലയെ വിട്ടില്ല, എല്ലാം ഊരി വെച്ചേക്കുവാണ്. അപ്പൊ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എല്ലാവരും ശ്രദ്ധിക്കണം. ഇനി പുറത്തിറങ്ങുമ്പോ ഇനി തുണി എടുക്കാൻ പോയ വഴിക്ക് വല്ല പുഴുവിന്റെ ആണോ എന്ന് എനിക്കറിയത്തില്ല. ഇനി പുഴുവായിട്ടൊരു ഒരു സ്ഥലത്തേക്കാണുള്ളൂ, മൊത്തം ചൊറി. ചിലപ്പോ നമ്മൾ ഒരു സ്ഥലത്ത് ചൊറിഞ്ഞിട്ടായി കഴിയുമ്പോൾ തന്നെ അവിടെ ഇവിടെയൊക്കെ ചൊറിഞ്ഞാൽ വരുന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്കറിയത്തില്ല എന്താണെങ്കിലും ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴും എല്ലാത്തിന്റെ എക്സ്പയറി ഡേറ്റ് നോക്കിയിട്ട് കഴിക്കണം. ഞാൻ ആ ചോക്ലേറ്റിന്റെ എക്സ്പയറി നോക്കിയതാ, അതവര് മാർച്ച് 25 മാർച്ച് അവർ എഴുതിയേക്കുന്നത്. പക്ഷെ ഇത് നമ്മൾ പാക്കറ്റിൽ മേടിച്ച ചോക്ലേറ്റ് അല്ല, ഒരു ബോക്സിനകത്ത് ഇവര് തന്നെ കുറച്ച് ചോക്ലേറ്റുകൾ ഇങ്ങനെ നിരത്തി വെച്ച് അത് റാപ്പ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇപ്പൊ അതിന്റെ ആണോ ഇനി ഡേറ്റ് കഴിക്കുന്നതൊക്കെ അവരവരുടെ സ്വന്തം ഡേറ്റ് വെച്ചാണോ ഒന്നും അറിയത്തില്ല. എന്തുവാണേലും നല്ല രസമുണ്ടായിരുന്നു, 2 ദിവസം നല്ലൊരു ചൊറിഞ്ഞോണ്ട് തന്നു. അപ്പൊ എല്ലാരും ശ്രദ്ധിക്കണം. ഇനിയിപ്പോ ഞാൻ എന്താണോ പാക്കറ്റിലുള്ളത് മേടിക്കുള്ളൂ, ഇതുപോലത്തൊന്നും കഴിക്കേണ്ടെന്ന് പ്ലാൻ ചെയ്ത്. അപ്പൊ എനിക്ക് കുറച്ച് ചോക്ലേറ്റ് കൂടെ ബാക്കിയുണ്ടായിരുന്നു, അതെല്ലാം നമ്മളെടുത്ത് കളഞ്ഞു. അപ്പൊ എല്ലാരും ശ്രദ്ധിക്കുക ഭക്ഷണമൊക്കെ കഴിക്കുമ്പോ. പിന്നെ എനിക്ക് ചിലപ്പോൾ പെട്ടെന്ന് മാനേനായിരുന്നു, പക്ഷെ എനിക്ക് അവര് വലിയ എഫക്റ്റ് ഇല്ലാത്ത ഗുളികയെ തന്നത്. കാരണം കൊച്ചിന് പാല് കൊടുക്കുന്ന കാരണം എഫക്റ്റുള്ള ഗുളികയൊന്നും പറ്റത്തില്ല. അപ്പൊ ഏതായാലും അങ്ങനെ ഒരു ദിവസം പോയി കിട്ടി. എന്നാണല്ലോ അത് നിങ്ങളോട് ഞാൻ 2 ദിവസമായിരുന്നു ലൈവൊക്കെ വന്നിട്ട്. അപ്പൊ എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു ലൈവില്ലേ എന്ന് പറഞ്ഞ് മെസ്സേജ് ഒക്കെ ഇടുന്നുണ്ടായിരുന്നു. അപ്പൊ ഇത് കാരണമാണ് വരാഞ്ഞത്. ആ മുഖം കൊണ്ട് വരാനും ചൊറിഞ്ഞുകൂടി ഇരിക്കാനും വയ്യാഞ്ഞുകൊണ്ടാണ് ലൈവിൽ വരാഞ്ഞത്. ഇനി ഞങ്ങൾ വരും. ഇന്നിപ്പോ ഇന്നും കൂടെ അത്ര ഒരു സുഖം ഇല്ല, ഇനി വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പറ്റുമെങ്കിൽ ഞാൻ വരും, പറ്റുമെങ്കിൽ വരും, ഇല്ലെങ്കിൽ ഒരു ദിവസം കൂടെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പൊ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം. പിന്നെന്താ, ഇത്രയും വിളിച്ചാനൊന്നും പറയില്ല, അത്രേ ഉള്ളൂ. എന്തേലും ഇച്ചിരി കൂടെ. അപ്പൊ എല്ലാവരോടും ബൈ. താങ്ക് യു സോ മച്ച്. ഈ സപ്പോർട്ട് നിങ്ങൾ ഇനി ഞങ്ങൾക്ക് തരണം. എന്താണെങ്കിലും ബൈ ബൈ.